ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ വ്യാഴാഴ്ചകളിൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്ത്. അപ്പൊ ഇന്നത്തെ വിഷയം വളരെ ഇച്ചിരി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ന്യായമായിട്ടും അന്യായമായിട്ടും ഒക്കെ ചർച്ച ചെയ്യാവുന്ന വിഷയം. എനിവേ, വെജ് ആൻഡ് നോൺ വെജ് ഇതിൽ ഏതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഗുണകരം? ഒരു സമഗ്ര ആരോഗ്യത്തിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏതാണ് കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു അർത്ഥത്തിൽ തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായ ഒരു സെഷൻ ആയിരിക്കും ഇത്. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട സൻസാറിനെയും. സൻസാർ, യു ആർ വെൽക്കം. നമസ്കാരം. താങ്ക് യു ഓൾ. നമ്മുടെ ഭക്ഷണത്തിനെ പറ്റിയിട്ട് ആണ് സാധാരണഗതിയിൽ ഞാൻ സംസാരിക്കാറ്, അതുപോലെ തന്നെ ആരോഗ്യത്തിനെ കുറിച്ചും. അപ്പൊ ഇന്നത്തെ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ, സാബു സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയത്തിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. വെജ് ആണോ നല്ലത് അല്ല നോൺ വെജ് ആണോ നല്ലത്? പ്രത്യേകിച്ച് കേരളത്തിൽ വീഗൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കേരളത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലാണ് പൊതുവെ ഒരു ശരിയായ ഡിബേറ്റ് ഉണ്ടാവുന്നത്. അതിന് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സാധുത, ശരിക്കും സയന്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടോ ഉള്ള പല പല എക്സ്പ്ലനേഷൻസും പറയാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരം ഒരു സ്പിരിച്വൽ ഡിബേറ്റിലേക്കല്ല, എന്നാൽ അതിന് പകരം നമ്മുടെ ജീവിതത്തിൽ ഓപ്റ്റിമൽ ഹെൽത്തിന്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ സർ? കാണാം. ഓക്കെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ. സോ വെജ് ആണോ നല്ലത് നോൺ വെജ് ആണോ നല്ലത് എന്ന് ഓൾറെഡി പലർക്കും തോന്നിയ ഒരു സംശയമാണ്. അതിൻ്റെ ഒന്നിച്ച് തന്നെ പാല്, മുട്ട ഇതൊക്കെ നോൺ വെജിൽ പെടുത്തണോ, ഇങ്ങനെയൊക്കെ പലതും സംശയം വരുന്ന സമയത്ത് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ വെജിൽ നിന്ന് നോൺ വെജിലേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നോൺ വെജിൽ നിന്ന് വെജിലേക്കും ഒക്കെ മാറാറുണ്ട്. ഇത് മാറിയതിനനുസരിച്ച് അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്, അല്ലെ? ദ ബെസ്റ്റ് തിങ് ഈസ്, അതിനനുസരിച്ച് അവർക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവർ അതിനെ പറ്റിയിട്ട് പ്രൊക്ലെയിം ചെയ്യും, അല്ലെങ്കിൽ അതാണ് നല്ലത് എന്ന് മറ്റുള്ളവരോട് വിളിച്ചു പറയും. ഇതിന് പലതിനും സയന്റിഫിക് എവിഡൻസും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അതിലേക്ക് ഒരു എത്തിനോട്ടം അത്രയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us ടോക്ക് അബൌട്ട് ഫുഡ്. ഇന്ന് വെജ്, നോൺ വെജ്, വീഗൻ, ആ വീഗൻ കൺസെപ്റ്റ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് അതിലേക്ക് പോവാം. വെജ് എന്ന് പറയുന്നത് നോർമലി വെജിറ്റേറിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്തൊക്കെ വരുന്നുണ്ടോ, അതായത് ഒരു അനിമലിനെയും കൊല്ലാതെ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൽ നോക്കുക. നോൺ വെജ് എന്ന് പറയുമ്പോൾ ഈവൻ ആ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ലൈക്ക് ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ, ഇതുപോലെയുള്ള സാധനങ്ങൾ കൂടി നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നു. വീഗൻ എന്ന് പറയുന്ന കൺസെപ്റ്റില് പാൽ, മുട്ട, അതുപോലെ തന്നെ തേൻ, ഇതൊക്കെ അനിമൽസ് ത്രൂ ആണ് നമുക്ക് കിട്ടുന്നത്. പലതരത്തിലുള്ള പശുവിൽ നിന്നോ അല്ലെങ്കിൽ കോഴിയിൽ നിന്നോ തേനീച്ചയിൽ നിന്നോ ഒക്കെ കിട്ടുന്ന അത്തരം സാധനങ്ങൾ പോലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഒരു വീഗൻ കൺസെപ്റ്റിലേക്ക് വന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് ഡയറ്റ് പെർട്ടിക്കുലർലി, അല്ലാതെ അതിന്റെ അനിമൽസിൽ നിന്ന് കിട്ടുന്ന കമ്പിളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളിലേക്കല്ല. സിൽക്ക് വർമിന് നമുക്ക് സിൽക്ക് കിട്ടുന്നു, ഇത്തരം കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. ബട്ട് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ഈ മൂന്നെണ്ണത്തിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ട് പറയാറ്. ഇതിനിടയിൽ വേണമെങ്കിൽ നമുക്ക് വെജിറ്റേറിയൻ എന്ന് പറയാം, അല്ലെങ്കിൽ പ്യുവർലി ഇപ്പൊ റീസെന്റ് വന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് കാർണിവോർ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയും പറയാം. കാർണിവോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി നോൺ വെജ് ഡയറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ളത്. സോ ഈ ഇതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം വെജും നോൺ വെജും മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് സംസാരിക്കാം.
സോ എന്താണ് ശരിക്കും നമ്മുടെ ഭക്ഷണത്തിന്റെ പർപ്പസ് എന്താണ്? നമ്മൾ ഈ പറഞ്ഞത് വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും അതൊരു ഫുഡിന്റെ പാർട്ടാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ മെയിൻ പർപ്പസ് എന്താ? നമ്മുടെ ശരീരത്തിന് നറിഷ് ചെയ്യണം. ഈ നറിഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതിന്റെ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉത്തേജനം കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ പുഷ്ടിപ്പെടുത്തുക. ഇതിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. അത് റിപ്പയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രോത്ത് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒന്നിച്ച് തന്നെ ഈ ഒരു ജീവിതം, നമ്മൾ ഇന്നിപ്പോ ജീവിക്കുന്ന ജീവിതം, അതിന്റെ ബെസ്റ്റ് എക്സ്പീരിയൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് ഗുണം? അങ്ങനെ ഒരു സെൻസറി എക്സ്പീരിയൻസും നമുക്ക് അതിൽ നിന്ന് ഇതേ ഭക്ഷണം തന്നെയാണ് നമുക്ക് അതും പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പം ആ ശരീരത്തിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടണം. ഇത് വേണമെങ്കിൽ നമുക്ക് ഭൗതികപരമായിട്ട് പറയാം, അതല്ലെങ്കിൽ ടച്ച് മീൻസ് പല സെൻസറി ഓർഗൻസ് വഴി, സെൻസറി പെർസെപ്ഷൻസ് വഴി നമ്മുടെ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ആ ഒരു പ്രത്യേക അവസ്ഥ, അല്ലെങ്കിൽ നല്ല ഒരു അവസ്ഥ എന്ന് നമുക്ക് പറയാം. അതുപോലെയാണ് ഒരു സോഷ്യൽ കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത്. ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതും അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് കഴിക്കുന്നതും തമ്മിലുള്ള ഒത്തിരി വ്യത്യാസങ്ങളില്ലേ? ഈ ഒരു വ്യത്യാസത്തിൽ തന്നെ നമ്മുടെ സോഷ്യൽ കണക്ഷൻ ഡെവലപ്പ് ആവുകയും, അതുപോലെ തന്നെ സോഷ്യൽ ഇന്റലിജൻസ് വലുതാവുകയും, ഇമോഷണൽ കോൺഷ്യന്റ് ബെറ്റർ ആവുകയും ഒക്കെ ചെയ്യുന്നത് ഇതേ ഒരു ഭക്ഷണത്തിന്റെ പർപ്പസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത്രയും പർപ്പസുകളിൽ നമുക്ക് ആ റിലീജിയസ്, സ്പിരിച്വൽ, അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടും മതപരമായിട്ടും ഈവൻ ഫിലോസഫിക്കൽ, താത്വികമായിട്ടും നമ്മൾ പറയുന്നതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ശരീരത്തിനെ എന്താണ് കൂടുതൽ അജീലാക്കുന്നത്, അലേർട്ടാക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിനെ കുറച്ചുകൂടി അലേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഗുണം ചെയ്യുന്നുണ്ടോ? ഒരു നല്ല സദ്യയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഉറക്കം വരുന്നത് സ്വാഭാവികം. പക്ഷെ ഈ നല്ല സദ്യ നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ അത് സ്വാഭാവികമാവുന്നുള്ളൂ. നമ്മൾ കഴിക്കുന്നത് പരിമിതമായ അളവിലും വേണ്ടത്രയും അറിഞ്ഞു കഴിക്കുകയാണ്, ചവച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇത് തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ സദ്യയിലേക്കോ, അല്ലെങ്കിൽ നമ്മൾ വളരെ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ഹെവിനെസ് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കോ എത്തിക്കഴിഞ്ഞാലോ നമ്മൾ നാച്ചുറലി ഒന്ന് വീക്ക് ആവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണം തോന്നുകയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒരു നമ്മുടെ കലോറി എക്സ്പെൻസസ് പറയുന്നത്, ഊർജത്തിന്റെ എക്സ്പെൻസസ് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യാനും അതിന്റെ അബ്സോർപ്ഷനും വേണ്ടി കൂടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. സോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാട്ട് മേക്സ് യു അജൈൽ ആൻഡ് അലേർട്ട്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് വാട്ട് മേക്സ് യു കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഹാപ്പിനെസ് തരുന്നില്ലെങ്കിൽ, കംഫർട്ട് അല്ലെങ്കിൽ, നമ്മൾ പിന്നെ അത് കഴിക്കണമെന്ന് നിർബന്ധിക്കണോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് നമ്മളെ തന്നെ കഴിപ്പിക്കണോ? ഉദാഹരണത്തിന് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ കയ്പൊക്കെ, അല്ലെങ്കിൽ ഈവൻ അവർ കഴിക്കുന്ന മരുന്ന് പോലും ചിലപ്പോൾ കുട്ടികൾ അത് തട്ടിത്തെറിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നോൺ വെജിറ്റേറിയൻ ഇഷ്ടമല്ലാത്ത ഒരാള് ഒരുപക്ഷെ നോൺ വെജിറ്റേറിയൻ ഒരാൾ മുന്നിൽ ഇരുന്ന് കഴിക്കുന്നത് പോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അയാൾ തന്നെ അത് കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇത് കഴിച്ചത് എന്തോ അങ്ങനെയുള്ളതായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് സിക്കിം എന്ന് തന്നെയാണ് ഓർമ്മ, സിക്കിമിൽ പോയ സമയത്ത് അവിടെ കുറച്ചുകൂടി ഇന്റീരിയറിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് നോക്കിയപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഒന്ന് റൈസ് ബിയർ എന്ന് പറഞ്ഞാൽ, ഈ റൈസ് ബിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വിരകളെ ഇടും അത്രേ. ഈ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സാധനത്തിനകത്ത് വിരകളെ ഇട്ടിട്ട് ഈ ജീവനുള്ള വിരകളെ എടുത്തു മാറ്റിയിട്ടാണ് അത് മീൻസ് ഓവർനൈറ്റ് വെച്ചിട്ടോ സം പ്രോസസ് ചെയ്ത് അതിനുശേഷമാണ് ഈ ബിയർ കുടിക്കാൻ തരുന്നത്. ഓക്കെ, അത് ഒരു പാർട്ട്. ഈവൻ അവിടെ തന്നെ വേറൊരു സ്ഥലത്ത് പോയ സമയത്ത് അത് അവർക്ക് കിട്ടിയ ഭക്ഷണം, ഈ സുഹൃത്തിന് കിട്ടിയ ഭക്ഷണം ബ്രെഡ് മാത്രമായിരുന്നു അന്നത്തെ രാത്രി. പക്ഷെ ബ്രെഡിന് എന്താണ് വേറെ സോസോ ജാമോ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ സമയത്ത് അവര് ഒരു സോസ് എടുത്തു കൊടുത്തു. ഈ സോസ് കഴിക്കുകയും ചെയ്തു. ബട്ട് അതിനുശേഷമാണ് മനസ്സിലാക്കിയത് ആ സോസ് ഉണ്ടാക്കിയിരുന്ന സാധനം ഒരു തരത്തിലുള്ള വേംസ് അല്ലെങ്കിൽ പുഴുക്കളായിരുന്നു. ഇത്
കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ കംഫർട്ടൊക്കെ എവിടെ പോയിട്ടുണ്ടാവും. ഓക്കെ, എനിവേ, സോ നമ്മുടെ അവസ്ഥയ്ക്ക് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഐറ്റംസിന്റെ, ഉദാഹരണത്തിന് ഒരു കാറിൽ നമ്മൾ പെട്രോൾ അടിക്കുക, അത് അതിന്റെ ഫ്യൂവലാണ്. ഈ പെട്രോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം കാറിന്റെ പണി ചെയ്യൂ അല്ല വേറെ എന്തെങ്കിലും ചെയ്യും? കാറിന്റെ പണി സുഖമായിട്ട് അതിന് ചെയ്യാൻ പറ്റും. അതിനെ അത് ടയർഡ് ആക്കുന്നില്ല, അല്ലെങ്കിൽ സ്ലീപ്ലെസ്സിലേക്ക് പോകുന്നില്ല. ഒരു സംശയം ചോദിക്കാം ഇവിടെ. നമുക്ക് ഇതേ കാറിൽ തന്നെ ഒന്ന് ഡീസൽ അടിച്ചു നോക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? തൽക്കാലം കാറ് വർക്ക് ചെയ്യും. പക്ഷെ ഇതൊരു റെഗുലർ മെത്തേഡ് ആയി കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിനിൽ ഡീസൽ കൂടുതൽ വർക്ക് ചെയ്യില്ല. അതിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ? നമ്മുടെ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് ഉള്ളത് അവിടെ നിൽക്കട്ടെ. പുരാണത്തിലേക്കോ അല്ലെങ്കിൽ അത്രയും മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപക്ഷെ വെജിറ്റേറിയൻ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിരുന്നിരിക്കാം. ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. ബട്ട് അവർ ബോഡി ഈസ് സോ അഡാപ്റ്റബിൾ. നമ്മൾ എന്ത് കഴിക്കുന്നോ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശരീരം അതിന്റെ എല്ലാ ശ്രമവും നടത്തും അല്ലെ? അത്തരം ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട നറിഷ്മെന്റ് കിട്ടുന്നുണ്ടാവും. ഇവിടെ ഒരു കാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ സപ്പോസ് ഇത് യോജിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലത്തേക്കെങ്കിലും ആ ഒരു സാധനം നിർത്തണം. അത് ചിലപ്പോൾ അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻസ് വരാം. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ പലതും ഇങ്ങനെ ഒരു വകതിരിവ് നമുക്ക് ഒരുപക്ഷെ ഇല്ലാത്തത് കൊണ്ടോ തിരിച്ചറിവില്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അവിടെ നമ്മൾ ആ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ബോഡിയെ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനുശേഷം ആണ് അതിനെ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതെങ്കിൽ, ഡൈജഷനും അബ്സോർപ്ഷനും വേണ്ടിയിട്ട് റെഡിയാക്കുന്നതെങ്കിൽ അത് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, സോ കുറച്ച് ഒരു 1-2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ചോയ്സസിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻസ് ആസ് എ ഹോൾ വേൾഡിലും ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പോർഷൻ എങ്കിലും ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഉണ്ട്. മുമ്പൊക്കെ ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് മാക്സിമം ഓൾമോസ്റ്റ് 78% അല്ലെങ്കിൽ 80% വെജിറ്റേറിയൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് 2 നൂറ്റാണ്ടുകൾ 200ഓളം വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് അവിടെ വെജിറ്റേറിയന്റെ അളവ് വളരെ കുറഞ്ഞു, നോൺ വെജിറ്റേറിയന്റെ അളവ് ഏതാണ്ട് 78%. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പൊ സയൻസിന്റെ ഇന്റർവെൻഷനോട് കൂടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്കിന്ന് കിട്ടുന്ന ഭക്ഷണം അനിമൽ ഫീഡിന്ന് അല്ലെങ്കിൽ അനിമൽ ത്രൂ കിട്ടുന്ന ഭക്ഷണങ്ങൾ ലൈക്ക് മുട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ പാലൊക്കെ ആയിക്കോട്ടെ, ഇത്തരം ഭക്ഷണത്തിനോട് ആൾക്കാർക്ക് വേണ്ട എന്ന് തോന്നുകയും അല്ലെങ്കിൽ അതിനകത്ത് നിന്നുള്ള ഒരുപക്ഷെ അഡൾട്രേഷൻ ഓഫ് മിൽക്ക് ആവാം, അല്ലെങ്കിൽ മുട്ട ശരിയായ മുട്ടയല്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ കുക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടാവാം അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു വീഗൻ ഡയറ്റിലേക്കും ഏതാണ്ട് ഒരു 4% ആൾക്കാർ പോയിട്ടുണ്ട്. സോ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ചോയ്സിൽ 2 നൂറ്റാണ്ടുകൾക്കുള്ളിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. സ്റ്റിൽ ഇതൊക്കെ ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് 31% വെജിറ്റേറിയൻസും ഇന്നും ഇന്ത്യയിലാണ്. ലോകത്തുള്ള 31% വെജിറ്റേറിയൻസും ഇന്ത്യയിലാണ്. ഇവിടെ നമുക്ക് ആ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ആസ്പെക്റ്റിലേക്ക് പോവാം. ഒത്തിരി ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എൻവയോൺമെന്റൽ ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്? പൊതുവെ എല്ലാവരും പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടെന്നാ അല്ലെ? എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അളവ് ഏതാണ്ട് ടോട്ടൽ അഗ്രികൾച്ചറൽ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 50 മില്യൺ കിലോമീറ്റേഴ്സാ പറയുന്നത് സ്ക്വയർ. സോ അത്രയും പെർസെൻറ്റേജില് ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ 80% വരെ ഉപയോഗിക്കുന്നത് നമ്മുടെ അനിമൽ ഫീഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനിമൽസിനെ അവരെ വളർത്താൻ വേണ്ടിയിട്ടും ഒക്കെ. ഇത്രയും അഗ്രികൾച്ചറൽ ലാൻഡിൽ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും അനിമൽ ഫീഡായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ഇതിനെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആൻഡ് ഇറ്റ്സ് ട്രൂ. കാരണം എന്താണ്? നമുക്ക് വേണ്ടതിനേക്കാൾ എത്രയോ കൂടുതൽ ഭക്ഷണമാണ് അനിമൽസിന് വേണ്ടത്. ആൻഡ് അവിടെയുള്ള ഒരു വളരെ അമ്പരപ്പിക്കുന്ന ഒരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്രയും അഗ്രികൾച്ചറൽ ലാൻഡ് ഉപയോഗിക്കുന്ന അനിമൽസ് ഒക്കെ കൂടിയിട്ട് നമുക്ക് വേണ്ട കലോറിയുടെ ഓൾമോസ്റ്റ് 17% മാത്രമേ തരുന്നുള്ളൂ.
മനുഷ്യർക്ക് വേണ്ട കലോറിയുടെ ഓൺലി 17% ആണ് ത്രൂ ആനിമൽസ് നമുക്ക് കിട്ടുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാക്സിമം കലോറിയും ഇപ്പൊ എവിടുന്ന വളരെ ചെറിയ പോർഷൻ മാത്രമുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് എന്നാണ്. ഏകദേശം 40 മില്യണും ഉപയോഗിക്കുന്നത് അനിമൽസിനാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 7 to 8 മില്യൺ മാത്രമാണ് നമ്മുടേതായിട്ട് നമ്മുടെ ഫീഡിന് വേണ്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള കുറച്ച് സ്ഥലം ഉപയോഗിക്കുന്നത് ബയോഫ്യൂയൽസ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. സോ ഇതാണ് അനിമൽസിന്റെ എൻവയോൺമെന്റുമായിട്ട് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കുറെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് എത്രമാത്രം ഒരു അനിമൽസിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണമാക്കുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം വെള്ളത്തിന്റെ ചെലവുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പേപ്പർ, ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ പോലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എത്രമാത്രം വെള്ളം അതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന്? ജസ്റ്റ് ആ മരോ പേപ്പറോ പൾപ്പോ മാത്രമല്ല, അവിടെ വെള്ളത്തിന്റെ എത്രയോ കൂടുതൽ യൂസേജ് ഉണ്ട്. അതുപോലെ തന്നെയാണ് 1 കിലോ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട വെള്ളത്തിന്റെ അപ്രോക്സിമേറ്റ് അളവ് 15,415 ലിറ്റർ ആണ്. അതുപോലെ നമുക്ക് ആട്ടിന്റെ മാംസമാണെങ്കിൽ ഏകദേശം 8,000 ലിറ്ററും ചിക്കൻ ആണെങ്കിൽ ഏകദേശം 4,000 ലിറ്ററും ഒക്കെയാണ് വെള്ളത്തിന്റെ മാത്രം. മീൻസ് ഒരു ചിക്കനെ റേസ് ചെയ്തിട്ട് ഒരു കോഴിക്കുഞ്ഞിനെ വളർത്തി വലുതാക്കി അതിൽ നിന്ന് 1 കിലോ മാംസം കിട്ടാനുള്ള ആ സമയത്തിനിടയിൽ അതിന് വേണ്ടി വരുന്ന ടോട്ടൽ വെള്ളത്തിന്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെ പാലിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നതെങ്കിൽ അവിടെ ഏകദേശം 1000 ലിറ്റർ വേണമെങ്കിൽ വെജിറ്റബിൾസിന് ഏകദേശം 320 ലിറ്റർ മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് തന്നെ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഗ്യാസ് എമിഷൻസിനെ പറ്റിയിട്ട്. ഒരു അളവ് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഒരു അളവ് നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു ബീഫിൽ നിന്ന് 99.48 kg ഗ്യാസ് ആണ് എമിഷൻ ആവുന്നത്. അതേപോലെ നമ്മൾ ടൊമാറ്റോസോ അല്ലെങ്കിൽ ബാക്കി ഗോതമ്പോ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ തുച്ഛമായിട്ടുള്ള അളവിലേക്ക്, ഈവൻ മുട്ട പോലും 4.67 kg എമിഷൻ ഓഫ് ഗ്യാസസ് ആണ്, CO2 ഗ്യാസസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. സോ എൻവയോൺമെന്റൽ ഇമ്പാക്ട് നോൺ വെജിന്റെ സോഴ്സ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഹ്യൂജ് ആണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോഴ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കുറച്ച് കാലമായിട്ട് നമ്മളിപ്പം വളരെ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇത്രയും കൂടുതലാണ്. അതിനൊക്കെ ഉള്ള ഒരു മേജർ റീസൺ കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ വെജിറ്റേറിയൻ ഫുഡിനും നോൺ വെജിറ്റേറിയൻ ഫുഡിനും ഇടയിൽ വന്ന ആ ഒരു മാറ്റമായിരിക്കില്ലേ. എനിവേ, നമുക്ക് ആരോഗ്യത്തിന്റെ ഫാക്ടറിലേക്ക് കുറച്ചുകൂടി ഡെപ്തിൽ പോവാം. ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ പൈസ നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ വരുന്നത് അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ആരോഗ്യത്തിനെ പറ്റിയിട്ടും ന്യൂട്രീഷനെ പറ്റിയിട്ടും ചിന്തിച്ചു തുടങ്ങുക, അല്ലെ? നമ്മൾ സാധാരണഗതിയിൽ ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ചു പോകണം. അത് ജസ്റ്റ് ആ സ്റ്റോൺ ഏജ് സമയത്തുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈവൻ അതിനുശേഷമാണെങ്കിലും ഇപ്പോഴും വളരെ പാവപ്പെട്ട കുടുംബത്തിലത്തെ ഒരു പയ്യനെ, അവിടെ ആർക്കും ജോലിയില്ല, ഒരു പയ്യന് പുതുതായിട്ടൊരു ജോലി കിട്ടുന്ന സമയത്ത് അവിടെ ആ സർവൈവൽ എന്ന് പറയുന്നതിൽ നിന്ന് സ്ലൈറ്റ്ലി ഒരു ബെറ്റർ നറിഷ്മെന്റ്, ഒരു ബെറ്റർ ആയിട്ട് ജീവിക്കണം, കുറച്ചുകൂടി നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ ഒരു ബെറ്റർ നറിഷ്മെന്റിൽ നിന്ന് പിന്നെയും ആ വ്യക്തി തന്നെ അവിടെയുള്ള കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ആ വ്യക്തി കൂടുതൽ ഹയർ പോസ്റ്റിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടർ വളരെ കൂടുതലായിട്ട് വരും. പിന്നീടാണ് നമുക്ക് ഈ ഒരു മാറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു മാറ്റം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ അത്രയൊന്നും അനുഭവപ്പെടണമെന്നില്ല, അല്ലെ? ഇതില് വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും സ്പെഷ്യലി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വെജിറ്റേറിയൻ ഫുഡ് പൊതുവെ അതിനകത്ത് ഫൈബറിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൂടാതെ നൈട്രേറ്റ്സ് ഒരു ഫാക്ടർ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നത് നൈട്രേറ്റ്സ് ആണ്. ഈ നൈട്രേറ്റ്സ് നമ്മുടെ ഉള്ളിലുള്ള പല ഇൻക്ലൂഡിങ് ജോയിന്റ് ഹെൽത്തിനൊക്കെ വളരെ കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെന്താ കാരണം? ഓക്സിജന്റെ
അളവ്, ബ്ലഡിലുള്ള SpO2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പൊതുവെ. അതുപോലെ ഫൈറ്റോ ന്യൂട്രിയൻസിന്റെ അളവ്, പ്രത്യേകിച്ച് കളർ യുവർ ഡയറ്റ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, പല നിറത്തിലുള്ള പല അളവിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരു ദിവസം തന്നെ കഴിക്കണം എന്ന് പറയുമ്പോൾ ആ റെയിൻബോ ഡയറ്റിലേക്ക് നമുക്ക് പലതരത്തിലുള്ള നിറങ്ങൾ നാച്ചുറൽ ആയിട്ട് കിട്ടുകയാണ്. അവിടെ ഫൈറ്റോ ന്യൂട്രിയൻസിന്റെ അളവ് വളരെ കൂടും. ബെറ്റർ ഡൈജസ്റ്റബിലിറ്റി, ഡൈജഷൻ ശരിയായി നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈവൻ എക്സ്ക്രീഷൻ സിസ്റ്റം വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലെ. ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ആയുർവേദത്തിലെ പല ട്രീറ്റ്മെന്റുകളും തുടങ്ങുന്നത് ഡൈജഷൻ സിസ്റ്റത്തിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടാണ്. മോഷൻ നന്നായിട്ട് പോകുന്നുണ്ടോ എന്നാണ് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ. സോ ഈ ഒരു ബെറ്റർ ഡൈജസ്റ്റബിലിറ്റിക്ക് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊരു പ്ലാൻ ബേസ്ഡ് ഡയറ്റിൽ നിന്ന് പൊതുവെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഗട്ട് റീസെറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ബേസിക്കലി നമുക്ക് വേണ്ട ഒരുപക്ഷെ വേഗൻ ഡയറ്റിലേക്ക് പോയിട്ട് പാലും മുട്ടയും അല്ലെങ്കിൽ ഗോതമ്പ് അടക്കമുള്ള സാധനങ്ങൾ വരെ ഒഴിവാക്കിയിട്ടാ. ഗോതമ്പൊക്കെ ഗ്ലൂട്ടൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബോഡിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് അത്രമാത്രം പ്യൂരിറ്റിയിലേക്ക്, മീൻസ് ബോഡിക്ക് അത്രമാത്രം നല്ല ഭക്ഷണങ്ങൾ മാത്രം കൊടുത്തിട്ടാണ് അത് തുടങ്ങുന്നത്. അതുപോലെ കീപ്സ് യു എനർജറ്റിക്. തീർച്ചയായിട്ടും നല്ല ഭക്ഷണം, അതും റോ ആണെങ്കിൽ അത് നമ്മളെ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം പ്രധാനമായിട്ട് പറയുന്നത് ഫൈറ്റേറ്റ്സ് അടങ്ങിയത് കൊണ്ട് പല ന്യൂട്രീഷനും നമുക്ക് വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല എന്ന് പറയാം, എല്ലാ ന്യൂട്രീഷനും നമുക്ക് വേണ്ട അളവിൽ കിട്ടില്ല എന്ന് പറയാം. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് പൊതുവെ വെജിറ്റേറിയൻ ഡയറ്റ് അല്ലെങ്കിൽ പ്ലാൻ ബേസ്ഡ് ഡയറ്റ് വരുമ്പോൾ പറയുന്നത്. അതേസമയത്ത് ഒരു നോൺ വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിൽ അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് പറയും. കാരണം എന്താണ്, അതിനകത്ത് എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ടുള്ള 9 എണ്ണവും അതുകൂടാതെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും നമുക്ക് ആ ഒരു ഫ്ലഷ് അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ omega-3 ഹൈലി അവൈലബിൾ ആയിട്ടുള്ളത് നോൺ വെജിറ്റേറിയൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റിലാണ്. അയൺ, നിയാസിൻ, വൈറ്റമിൻ B12, സെലീനിയം, സിങ്ക്, കാൽസ്യം തുടങ്ങിയ ഒത്തിരി മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു റിസോഴ്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് നോൺ വെജിറ്റേറിയൻ ഡയറ്റിനെ പറയാം. ഇവിടെ ഇതിലെ ജസ്റ്റ് ആ ഒരു ഐറ്റം ഉണ്ടെന്ന് മാത്രമല്ല, ഇതിന്റെയൊക്കെ ബയോ അവൈലബിലിറ്റി, ശരീരത്തിനകത്ത് ഇത് ചെന്നിട്ട് വളരെ നല്ല രീതിയിൽ ശരീരത്തിനോട് റെസ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ശരീരത്തിന് യൂസബിൾ ഫോമിലേക്ക് മാറ്റാനുള്ള കഴിവും അത് വളരെ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. അതേ സമയത്ത് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ പലപ്പോഴും കിട്ടുന്ന ഒരു അഡീഷണൽ സാധനം എന്ന് പറയുന്നത് എക്സ്ട്രാ ഫാറ്റ് ആയിരിക്കും. കാരണം എന്താ, നമ്മളെ പോലെ തന്നെ വേറൊരു ജീവിയാണ് അത്. അപ്പൊ ആ ജീവിക്ക് അകത്തുള്ള പല ഫാറ്റും ഒരു പക്ഷെ കൂടുതൽ അളവിലോ ഈവൻ നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിലോ ഒക്കെ നമ്മൾ എക്സസ് ആയിട്ട് ഉപയോഗിച്ചു പോകാം. ചില സാധനങ്ങൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഇല്ല. അതിൽ ഒന്ന് ഫൈബർ ആണ്. നമുക്ക് ഒരുപക്ഷെ പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്, മാംസത്തില് അല്ലെങ്കിൽ ഈവൻ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫൈബർ കിട്ടുന്നുണ്ടല്ലോ എന്ന്. അത് അതിന്റെ ടെക്സ്ചർ വെച്ചിട്ട് അങ്ങനെ തോന്നുന്നുണ്ടാവാം, ബട്ട് അതിനകത്ത് ഒട്ടും ഫൈബർ ഇല്ല. അതേ സമയത്ത് ഫൈറ്റോ ന്യൂട്രിയൻസും അവൈലബിൾ അല്ല. ഫൈറ്റോ ന്യൂട്രിയൻസ് കളേർഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ആണ്, പ്ലാൻ ബേസ് ആയിട്ടുള്ള. ഈ സാധനങ്ങൾ പൊതുവെ ഒരു നോൺ വെജിറ്റേറിയൻ ഐറ്റം കഴിക്കുമ്പോൾ നമുക്ക് നേരിട്ട് കിട്ടുന്നില്ല. അതേ സമയത്ത് ഇതിന് കുറച്ച് ഫാക്ടർ ഉണ്ട്, അത് ഞാൻ അടുത്ത സ്ലൈഡ് പറയുമ്പോൾ പറയാം. സോ പിന്നെ ഒരു കാര്യം വരുന്നതാണ് അഡൾട്രേഷൻ ഓഫ് മിൽക്ക്. ചിലപ്പോൾ ഈവൻ തേനും പാലും ഒക്കെ അഡൾട്രേറ്റഡ് ആയിട്ട് പല രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പല സാധനങ്ങളും മിക്സ് ചെയ്തിട്ടും അല്ലെങ്കിൽ പ്രിസർവ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ശരിയായ ഗുണമുള്ള സാധനങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ്, ഇത് ഗ്രെയിൻ ഫെഡ് ആണോ അല്ല ഗ്രാസ് ഫെഡ് ആണോ? ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ ഗ്രെയിൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പലതരത്തിലുള്ള ഗ്രെയിൻസ് ഉണ്ട്. ഈ ഗ്രെയിൻസ് എന്നൊക്കെ ഫീഡ്, ആനിമൽ ഫീഡ് മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുത്ത് അത് അതിന് വളരെ കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കോഴിയോ അല്ലെങ്കിൽ ഒരു പശുവോ നടന്ന് തിന്നുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു നടന്ന് തിന്നുന്ന അല്ലെങ്കിൽ നോർമലി പുല്ല് മേഞ്ഞു തിന്നുന്ന ഒരു സ്വഭാവം ഇല്ലാതിരിക്കുന്ന സമയത്ത്
അതിന്റെ ഉള്ളിലത്തെ പല പ്രവർത്തനങ്ങളും സ്ലോ ഡൗൺ ആവുകയും പിന്നെ പല അവയവങ്ങളും എക്സ്ട്രാ ലാർജ് ആവുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ആ ഒരു ഗുണം അല്ലെങ്കിൽ അതിന്റെ നിലവാരം നമുക്ക് വേണ്ട രീതിയിലോ അല്ലെങ്കിൽ ഈവൻ അതേ സാധനത്തിന് വേണ്ട രീതിയിലോ ആയിരിക്കില്ല. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പശുക്കള് പ്രത്യേകിച്ചും കോയമ്പത്തൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ജനിതക വഴി വളരെ കൂടുതൽ പാൽ കിട്ടുന്ന രീതിയിലുള്ള പശുക്കൾ, പക്ഷെ അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? അതിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പ്ലസ് അതിനെ ഗ്രെയിൻ ഫെഡ് ആയിട്ടാണ് മാക്സിമം അതിനെ വളർത്തുന്നത്. എല്ലാം അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുകയാണ്. അതിന്റെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു പശുക്കൾക്കും ഉണ്ടാവാം. സോ അത്തരം മീറ്റ് കഴിക്കുന്ന സമയത്തും, അതിപ്പോ പശു ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, എന്തും മീൻസ് അത്തരം മീറ്റ് കഴിക്കുന്ന സമയത്തും തീർച്ചയായിട്ടും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യമാണ് ഹൈ ടോക്സിൻസ്. നമ്മൾ ഒരു പല മെത്തേഡുകളിലും നമുക്ക് ഒരു അറവ് നടത്താം ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇത് പ്യൂർലി സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലല്ലെങ്കിൽ ഈ അറവിന്റെ സമയത്ത് ഒരു ജീവിയെ കൊല്ലുന്ന സമയത്ത് അതിനകത്ത് നോർമലി അത്രയും നേരം ഓക്സിജൻ ഫ്ലോ ഉണ്ടായിരുന്നു അല്ലെ, സപ്ലൈ ഓഫ് ഓക്സിജൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഈ ഓക്സിജൻ സപ്ലൈ സഡൻലി സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സ് കൊണ്ട് അതിന്റെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡ് ബോഡിയെ അല്ലെങ്കിൽ അതിനകത്തുള്ള മീറ്റിനെ പൊതുവെ അതങ്ങ് അസിഡിക് ആക്കും. ഈ അസിഡിക് ആവുന്ന ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ അത് ഒരുപാട് ഗുണം ചെയ്യില്ല. നമ്മൾ പൊതുവെ ആൽക്കലൈൻ ആണ് നമ്മുടെ ശരീരം. ഈ ആൽക്കലൈൻ ബോഡി അസിഡിക് ആവണമെങ്കിൽ അതിനകത്ത് എത്രമാത്രം സ്ട്രെസ് ഉണ്ടാവണം. സ്ട്രെസ് പൊതുവെ നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടോക്സിൻസ്. ഈ ടോക്സിൻസിനെ വേണ്ട രീതിയിൽ പുറത്തു കളയാതെയാണ് ആ മീറ്റ് നമ്മൾ ഒരുപക്ഷെ ഉപയോഗിക്കുക. സോ അതുകൊണ്ട് തന്നെ ഫ്ലഷ് നമ്മൾ കഴിക്കുമ്പോൾ അത് ഫ്രഷ് ആണോ നല്ലത്, അല്ല കുറച്ചു നേരം കഴിഞ്ഞിട്ട് മേ ബി 2 മണിക്കൂറോ 4 മണിക്കൂറോ കഴിഞ്ഞിട്ടാണോ നല്ലത് എന്നുള്ളതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും ഒന്നുകൂടി ചിന്തിക്കണം. സോ ന്യൂട്രീഷൻ ആസ്പെക്റ്റിൽ തന്നെ പൊതുവെ ഒരാളിപ്പം വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറുകയാണ്. നോൺ വെജിറ്റേറിയൻ ആയിരുന്നു, പക്ഷേ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴേ ഇത് എന്തുകൊണ്ട് നോൺ വെജ് കഴിക്കരുത് വെജ് കഴിക്കണം എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല റിപ്പോർട്ടുകളും ഉണ്ട് കേട്ടോ. ഒത്തിരി ഡോക്ടർമാരുടെ ഡോക്ടർ കോളിൻ കാമ്പൽ പോലെയുള്ള ഡോക്ടർമാർ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങളൊരു വെജിറ്റേറിയൻ ബേസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. എനിവേ ആ ടോപ്പിക്കിലേക്കും പോകുന്നില്ല. ബട്ട് ഒരുപാട് സ്റ്റഡീസിൽ പറയുന്നത് ആർത്രൈറ്റിസ്, ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, കൊളസ്ട്രോൾ ഇത്തരം രോഗങ്ങളിലെ ഒരു മേജർ ഫാക്ടർ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുന്നവർക്കുണ്ടെന്നാണ്. അതിന്റെ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റിയോ ആ രീതിയിലേക്കും ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല. ബട്ട് ഒരു നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുന്ന ഒരാൾ വെജിലേക്ക് മാറുന്ന സമയത്ത് അവിടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം മാറി, കഴിക്കാൻ പാടില്ല എന്താണെന്ന് മനസ്സിലായി, എന്ത് കഴിക്കണം എന്ന് മനസ്സിലായിട്ടില്ല. എന്ത് കഴിക്കണം എന്ന് മനസ്സിലായില്ലെങ്കിൽ നാച്ചുറലി നിങ്ങൾ കഴിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ വെറൈറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയും. ഓക്കെ, ഈ ഒരു ഫാക്ടർ ഉള്ളത് പോലെ തന്നെയാണ് പൊതുവെ നോൺ വെജിറ്റേറിയൻ നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താണ്, അല്ലെങ്കിൽ പല ആൾക്കാരും അത് ജസ്റ്റ് ആ ടേസ്റ്റ് ഫാക്ടർ മാത്രമല്ല, ഒരുപക്ഷെ ഒരു പാവപ്പെട്ട കുടുംബത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഒരുപക്ഷെ മീനും അല്ലെങ്കിൽ ചിക്കനും ഒക്കെ ആയിരിക്കും. മീൻസ് ഒരു ദിവസത്തേക്ക് വേണ്ടത് കഴിക്കുകയായി, എന്നാൽ അഡീഷണൽ ആയിട്ട് കൂടുതൽ എക്സ്പെൻസസ് ഒന്നും ഇല്ലാതെ ആ ഒരു നല്ല ന്യൂട്രീഷൻ അവരിലേക്ക് എത്തുന്നുണ്ടാവും. എന്നാൽ ഇതേ മീറ്റ് കൺസംഷൻ കുറച്ചു കഴിഞ്ഞാൽ, വെറും 40% കുറച്ചു കഴിഞ്ഞാൽ ഏകദേശം മെഡിക്കൽ ബില്ലില് 50% വരെ കുറവ് വരുത്താം എന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ റിസർച്ചുകൾ അത്രമാത്രം അതിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ മറ്റൊരു വശം, നമ്മളിപ്പം ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് വാങ്ങിച്ചിട്ട് വന്നു, ഇതിന് ശേഷം നമ്മുടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ വെച്ച് നടക്കുന്ന പ്രോസസ് കുക്കിംഗ്, ഈ കുക്കിങ്ങിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ പറ്റി മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് ഗ്ലൈക്കേഷനും അതുപോലെ തന്നെ മൈലാർഡ് റിയാക്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇതിൽ എന്താണ് ഈ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീനും അതുപോലെ തന്നെ ഷുഗറും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റും വളരെ കൂടിയ ചൂടിൽ കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ വേവിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിന് സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ്. അതിൽ കളറ് മാറുന്നുണ്ടാവും, അതുപോലെ തന്നെ ഫ്ലേവർ വരുന്നുണ്ടാവും, അതുപോലെ തന്നെ അതിനൊരു അരോമ ഉണ്ടാവും. ഈ സാധനങ്ങൾ കാരണം ആൻഡ് ടേസ്റ്റ്, ഈ സാധനങ്ങൾ കാരണം നമുക്ക് അതിനോട് ഒരുപക്ഷെ ഇഷ്ടം തോന്നാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ആക്ച്വലി ആ പ്രോട്ടീനും ഷുഗറും തമ്മിലുള്ള ഒരു പ്രോസസ്സാണത്. സോ അത് വെച്ചിട്ട് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നാം ഭക്ഷണത്തിനോട്, അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനോട് വെറുപ്പും തോന്നാം. അത് ഡിപ്പെൻസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്ലൈക്കേഷനും മൈലാർഡ് റിയാക്ഷനും അത്രമാത്രം നമ്മുടെ അടുക്കളയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലോലി നമുക്കത് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒഴിവാക്കിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ട് വരുത്തുകയോ ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇതുകൊണ്ട് എന്താണ് ഒരു ബുദ്ധിമുട്ട്? വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രില്ല് ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചർ അപ്രോക്സിമേറ്റ്ലി 150 to 200 ആണ് ഡിഗ്രി സെൽഷ്യസ്. ഈ 150 to 200 ഡിഗ്രി സെൽഷ്യസിലുള്ള സമയത്ത് ആ ഒരു ഗ്രില്ല് ചെയ്യുന്ന മീറ്റിനെ തന്നെ എടുക്കാം, അതിനകത്ത് നിന്ന് ഫാറ്റ് മോളിക്യൂൾസ് തീർച്ചയായിട്ടും താഴേക്ക് വീഴും. ഈ താഴേക്ക് വീഴുന്ന ഫാറ്റ് മോളിക്യൂൾസ് അത് ഈവൻ അതിന്റെ കല്ലിൽ തന്നെയാണ്, അടുപ്പിൽ തന്നെയാണ് വീഴുന്നതെങ്കിലും അതിനകത്ത് നിന്ന് ടോക്സിൻസ് ആണ് ഉണ്ടാവുന്നത്. നമ്പർ 1. ഇതേ സാധനം തന്നെ തിരിച്ച് ഭക്ഷണത്തിലേക്കാണ് സ്പ്രിങ്കിൾ ആവുന്നതെങ്കിൽ, തെറിച്ചു പോകുന്നതെങ്കിൽ, അത് അതിന്റെ ഭക്ഷണത്തിന്റെ തന്നെ ഗുണം മാറ്റുകയാണ് ചെയ്യുന്നത്. അത് അതിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുന്നതിലും എത്തുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. അത് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കോഴികളുടെ സൈസ്, ഇതിനെ പറ്റിയിട്ട് പെട്ടെന്ന് പറയാം, അതാ എളുപ്പം. 1920കളിലും 70കളിലും 2020ലും ഏതാണ്ട് 50 വർഷത്തെ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോട്ടൽ 100 വർഷത്തെ പാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കോഴിയുടെ നോർമൽ സൈസിൽ നിന്ന് മാറിയിട്ട് അത് വലിയ രീതിയിലേക്ക് എത്തി അല്ലേ. ഇതിനെ പറ്റിയിട്ട് പൊതുവെ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോർമോണൽ കുത്തിവയ്പ് നടത്തിയിട്ടാണ്, അതുകൊണ്ട് തന്നെ ചിക്കൻ കഴിക്കാൻ പാടില്ല. ഇന്നത്തെ ലേഡീസ്, പെൺകുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ, മുമ്പ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ പീരിയഡ്സ് സ്റ്റാർട്ട് ആവുന്നത് മേ ബി 14-15 വയസ്സാണെങ്കിൽ അതിപ്പോൾ 10 വയസ്സിന് താഴെയായിട്ടുണ്ട്. ഇതിനൊക്കെ എഫക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ നോൺ വെജ് ഡയറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപക്ഷെ സ്റ്റഡീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപക്ഷെ കേട്ടുകേൾവികളുണ്ട്. ഇവിടെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. ഹോർമോൺസും സ്റ്റെറോയിഡ്സും യൂസ് ചെയ്യുന്നുണ്ടോ കോഴികളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. പ്രധാനപ്പെട്ട കാരണം അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഓരോ കോഴിയും പിടിച്ചിട്ട് അതിന് ഹോർമോൺ കുത്തിവയ്പ്പ് നടത്തുക, അല്ലെങ്കിൽ അതിനും സമയം ഉണ്ടാവുമല്ലോ, ഓരോ ഹോർമോണും വരുന്ന, അല്ലെങ്കിൽ അതിന് ഹോർമോൺ കിട്ടേണ്ട സമയം ഉണ്ടാവും. അപ്പൊ ആ സമയത്തിന് ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. നമ്പർ 1. നമ്പർ 2, അത് ഫൈനാൻഷ്യലി, നോർമലി നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന പല ഹോർമോൺ ടാബ്ലറ്റുകളും ഒത്തിരി വിലയുള്ളതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ കോഴിക്ക് കൊടുക്കാൻ പറ്റുന്നത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കമേഴ്ഷ്യലി ബിൽഡ് ചെയ്യാൻ പറ്റും. അവിടെ ഫൈനാൻഷ്യൽ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു 100-150 രൂപയ്ക്ക് വിൽക്കുന്ന കോഴിക്ക് വേണ്ടിയിട്ട് അത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ അല്ല. ആൻഡ് തേർഡ് തിങ്, ഇത് സയന്റിഫിക് അല്ല. സയന്റിഫിക് അല്ല എന്ന് പറയാൻ കാരണം, ഇപ്പൊ കോഴികളുടെ ഫീഡിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹോർമോൺസ് ആർ ബേസിക്കലി പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ എന്താവും? പ്രോട്ടീൻ വിഘടിച്ചിട്ട് അത് പലതരത്തിലുള്ള അമിനോ ആസിഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് അത് സ്പ്ലിറ്റ് ആയിട്ട് എന്താ അതിന് പറയാ, പല അമിനോ ആസിഡ് കോമ്പിനേഷൻസ് ശരീരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റും. സോ അതേ പ്രോസസ്സ് കോഴിയിൽ നടക്കണ്ടേ. അപ്പൊ ഈ കോഴിയിൽ കൊടുത്തിരിക്കുന്ന ഫീഡിൽ കൊടുത്തിരിക്കുന്ന ഹോർമോൺസിനെ അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അത് അതുപോലെ നമ്മുടെ ബോഡിയിലേക്ക് എത്താനോ എഗെയിൻ അത് നമ്മുടെ ബോഡി നമ്മുടെ ഹോർമോണാക്കി മാറ്റാനോ അത് പോസിബിൾ അല്ല. ആൻഡ് പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഹോർമോൺസ് ഓഫ് ചിക്കൻ. ജനറലി
ഒരു ആനിമൽ അതിപ്പോ പശു, ആടോ അല്ലെങ്കിൽ കോഴിയോ ഒക്കെ ആയിക്കോട്ടെ, അതിന്റെ ഹോർമോൺ അതിന്റെ സ്പീഷീസ് സ്പെസിഫിക് ആണ്. അത് മനുഷ്യനുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെ? അങ്ങനെ അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ എത്ര പെട്ടെന്ന് എളുപ്പത്തിൽ നടത്തിപ്പോയാനെ. ഇത്രയും ഇൻഫെർട്ടിലിറ്റി കേസസ് ഒക്കെ വരുമോ? ഇല്ല. സോ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് കോഴികൾക്ക് ഈ സൈസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സെലക്റ്റീവ് ബ്രീഡിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെട്ടെന്ന് ഫീഡ് കഴിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന കോഴികളെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ബ്രീഡ് ചെയ്യാം. നമ്മൾ പലതരത്തിലുള്ള ജനിതക മാറ്റങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ജനിതക രീതികളും മെത്തേഡുകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രീഡിങ്ങിൽ. അതിൽ വരുന്ന ഒരു സെലക്റ്റീവ് ബ്രീഡിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു രീതി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈ ഈൽഡ് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ ഫലം കിട്ടുന്ന രീതിയിലുള്ള സസ്യങ്ങളായാലും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ അനിമൽ ഫീഡ് ആയാലും നമുക്ക് വരുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്താണ് ഇവിടെ കോഷൻ? ഇത്രയും നോൺ വെജുകൾ, പ്രത്യേകിച്ച് ചിക്കനോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഐറ്റംസോ നമ്മൾ കഴിക്കുന്ന സമയത്ത് പൊതുവെ ഇങ്ങനെയുള്ള സാധനങ്ങളില് അവരെ വളർത്തുന്ന സ്ഥലത്ത് ആന്റിബയോട്ടിക്കിന്റെ യൂസേജ് കൂടുതലാണ്. ഈവൻ ഇപ്പോഴ് റീസെന്റ് സയന്റിഫിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഫാമുകളൊക്കെ ഉണ്ട്. അവിടെ അവര് പല ബയോ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം കുറച്ചിട്ട് ബയോ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് അതിനെയൊക്കെ വളർത്തുന്നത്. സ്റ്റിൽ നല്ല രീതിയിൽ വളർത്തുന്ന അല്ലെങ്കിൽ അവിടെ ആന്റിബയോട്ടിക് ഉപയോഗം കൂടാം. അതുവഴി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിലും ഉണ്ടാവാം. ആന്റിബയോട്ടിക്കിനെ പറ്റിയിട്ട് ഓൾമോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ഒന്നും ഒരു ആന്റിബയോട്ടിക് അല്ല. ഇപ്പൊ നേരത്തെ അഗ്രികൾച്ചറൽ ലാൻഡിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് 70 to 80% ആന്റിബയോട്ടിക്സും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭൂമിയിൽ തന്നെ അല്ലെങ്കിൽ ഇത്തരം ആനിമൽസിനെ വളർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഫുഡ് പോയ്സണിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ആനിമൽസിനെ കില്ല് ചെയ്യുന്ന സമയത്തുള്ള അസിഡിറ്റിയും അതിന്റെ മറ്റു കാര്യങ്ങളും നേരത്തെ ഞാൻ സംസാരിച്ചു. കൂടുതൽ ഫാറ്റ് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ പ്രോട്ടീന്റെ അളവ് വളരെ കൂടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കലോറി കൺസംഷൻ ആവശ്യമുള്ള മീൻസ് എന്താ തെർമിക് എഫക്ട് ഓഫ് ഫുഡ്, TEF എന്നാണ് പറയാ. ഈ തെർമിക് എഫക്ട് ഓഫ് ഫുഡ് ഏറ്റവും കൂടുതലുള്ളത് പൊതുവെ പ്രോട്ടീനാണ്. കാർബോഹൈഡ്രേറ്റിന് വളരെ എളുപ്പമാണ്, ഫാറ്റിന് അതില് കുറച്ച് കൂടുതലാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ കലോറി ആവശ്യമുള്ളത് പ്രോട്ടീനാണ്. സോ ഈ ഒരു തെർമിക് എഫക്ട് ഓഫ് ഫുഡ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഹൈ ഹീറ്റ് ഫുഡാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കലോറി കൂടുതൽ അവിടെ കൺസ്യൂം ആയി പോവും. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. ചാൻസ് ഫോർ ഹേർട്ട് ഡിസീസ്, കൊളസ്ട്രോൾ, ഒബിസിറ്റി, UTI, ക്യാൻസർ എന്ന് തുടങ്ങിയിട്ട് കുറേ റിസർച്ചുകളുണ്ട്. അതൊക്കെ പല പോപ്പുലേഷൻ സ്റ്റഡീസും ആണ്, പല തരത്തിലുള്ള ജനങ്ങളിൽ നടത്തിയിരിക്കുന്ന സ്റ്റഡീസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെപ്തിലേക്കൊന്നും ഞാൻ ഇപ്പോഴും കയറുന്നില്ല. ബട്ട് വാട്ട് യു ഈറ്റ് ഇഫ് ഇറ്റ് ഈസ് റോ, പച്ചയായിട്ട് നമുക്ക് സാധനങ്ങൾ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെയുള്ള ചില ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ബെറ്റർ ബോഡി ഹൈഡ്രേഷൻ, നമ്മുടെ ബോഡിക്ക് കൂടുതൽ വെള്ളം കിട്ടും. ഹൈഡ്രേഷൻ ജസ്റ്റ് ഒരു വെള്ളം എന്ന് മാത്രമല്ല, വെള്ളം നമ്മുടെ ബോഡി എങ്ങനെ യൂസ് ചെയ്യുന്നു അതുകൂടി ബെറ്റർ ആവുകയാണ് ചെയ്യുന്നത്. മോർ വൈറ്റാലിറ്റി, നമ്മുടെ ബോഡിക്ക് കൂടുതൽ എനർജി യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, വൈറ്റാലിറ്റി ഉണ്ടാവും. ഇംപ്രൂവ്ഡ് ക്ലാരിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ക്ലാരിറ്റി ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. റെഡ്യൂസ്ഡ് സ്ലീപ്പ് കോട്ട, നമ്മുടെ ഉറക്കം കുറവ് മതി എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ഓക്കെ. സോ എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി അതിനകത്തേക്ക് ഇറങ്ങിപ്പോവാം. നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന സാധനം എന്താ കഴിക്കുന്നത്. അതിപ്പോ നമ്മൾ പാല് കുടിക്കാന്ന് വിചാരിച്ചോ, ആ പശു എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. കാസർഗോഡ് കുള്ളൻ പശുവിനെ പറ്റിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് അങ്ങനെ ഗ്രെയിൻ ഫെഡ് ആയിട്ട് വളരുന്ന ഒരു പശു അല്ല. അതുകൊണ്ട് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാലിന് ശരിക്കും നല്ല വിലയാണ്. അതുപോലെ തന്നെ ആട്ടിൻ പാലിന്റെ കാര്യവും ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവും. ഇതില് വില കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നത് ജസ്റ്റ് ഒരു കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുത്ത് അങ്ങനെ വളർത്തിയെടുക്കുന്നതല്ല, അങ്ങനെ ആവുകയും ചെയ്യില്ല. അപ്പൊ അതിന്റെ
ഈവൻ അതിൽ രോഗം വരുന്നത് കുറവാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫ്ലഷും അതിൽ നിന്ന് കിട്ടുന്ന മിൽക്കും ഒക്കെ തന്നെ കൂടുതൽ ഗുണമുള്ളതായിരിക്കും. ഓക്കെ, രണ്ടാമത്തത് പ്രോസസ്ഡ് മീറ്റിനെ പറ്റിയിട്ട്. ഈ പ്രോസസ്ഡ് മീറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ഈ കഴിക്കുന്നതിനനുസരിച്ച് തന്നെ എഗെയിൻ അതിന് ശേഷമുള്ള പ്രോസസ്സിംഗ് ഇല്ലേ, കുക്കിങ്ങും മറ്റു മെത്തേഡുകളും, അതും ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെയുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ എണ്ണയിൽ നിന്നൊക്കെ ഓരോ ടോക്സിൻസ് വരും. ഈ ടോക്സിനെ പൊതുവെ പറയുന്നത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുന്നത്. എല്ലാം ഓർഗാനിക് സബ്സ്റ്റൻസ് തന്നെയാണ്, ഹൈഡ്രോ കാർബൺ ആണ്. പക്ഷെ ഈ ഓർഗാനിക് ആണെന്നുള്ളത് കൊണ്ട് അത് നല്ലതാണ് എന്ന് അർത്ഥമില്ല. പല ഓർഗാനിക് സബ്സ്റ്റൻസസും ടോക്സിൻ ആയിട്ട് മാറുന്ന സമയത്ത് അത് ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതും എപ്പോഴാണ് കഴിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് കഴിക്കുന്നത് എന്നും തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം. കാരണം നമ്മള് പല ആൾക്കാരുടെയും ഭക്ഷണ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കോമ്പിനേഷൻ എന്താ, ചിക്കനും പൊറോട്ടയും, അല്ലെങ്കിൽ ബീഫും പൊറോട്ടയും, അതല്ലെങ്കിൽ ചിക്കനും പത്തിരിയും. മീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളില് നമ്മുടെ ആ കോമ്പിനേഷൻ വരുന്നത് റിഫൈൻഡ് ഫ്ലോർ ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അത്രയും ഈസിലി ഡൈജസ്റ്റ് ആവാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റും ആണ്. ഇത് രണ്ടും ശരീരത്തിനകത്ത് ഒരു സ്വീറ്റ് പ്രോട്ടീൻ എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. നല്ല പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ഒരു സ്വീറ്റ്നെസ് കൂടി വരുന്ന രീതിയിലാണ് ഇത് ശരീരത്തിന് നേരത്തെ പറഞ്ഞ ഗ്ലൈക്കേഷൻ എഫക്റ്റ് കൂടുതൽ കൊടുക്കും. എപ്പോഴാണ് ഇത് കഴിക്കുന്നത്? ഉച്ചയ്ക്കാണ് പൊതുവെ കഴിക്കുന്നതെങ്കിൽ മീറ്റ് വളരെ നല്ലതാണ്. അതേസമയത്ത് പല ആൾക്കാരുടെയും ഭക്ഷണം നല്ല രീതിയിൽ തുടങ്ങുന്നത് ഒരുപക്ഷെ രാത്രി 9 മണിക്കോ 10 മണിക്കോ ഒക്കെയാണ്. ഇതിന് ശേഷം പിന്നെ അയാൾ ഉറങ്ങുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെവി ആയിട്ടുണ്ടാവും. ആൻഡ് ഹൗ യു ഈറ്റ്, എങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത്? ഒരുപക്ഷെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഫൈബേഴ്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതിൻ്റെ ഒന്നിച്ച് നോൺ വെജും കഴിക്കുമ്പോഴായിരിക്കും നന്നായിട്ടുണ്ടാവുക. പിന്നെ റിഫൈൻഡ് ഓയിൽസിന്റെ യൂസേജും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഈവൻ ടോക്സിൻസ് എന്നുള്ള രീതി പോട്ടെ, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ആണ് കൂടുതൽ വരുന്നത്. ആൻഡ് അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും മാച്ച് ആവാത്തൊരു കാര്യമാണ്. സോ ഹെൽത്തി ഈറ്റിംഗ് ടിപ്സ്, പ്രധാനപ്പെട്ട ചില ഈറ്റിംഗ് ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭക്ഷണം എന്തായാലും അതുമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യൂ. പുതിയ ഭക്ഷണമായിട്ടും എക്സ്പെരിമെന്റ് ചെയ്യണം. പക്ഷെ ഇത്തരം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ശരീരം എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, അത് കേൾക്കണം, അതിനനുസരിച്ച് വേണം അടുത്ത ദിവസം മാറ്റം വരുത്താൻ. അത് കുഴപ്പമില്ല, ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് ഈ കള്ള് പുതുതായിട്ട് കുടിക്കാൻ തുടങ്ങുന്നവർ പൊതുവെ പറയാറുണ്ട്, ഇത് ആദ്യമായിട്ട് കുടിക്കുന്നതുകൊണ്ടല്ല, അതുകൊണ്ട് പെട്ടെന്നാവും. നിങ്ങളുടെ ശരീരത്തിന് സ്യൂട്ടബിൾ ആവാത്തത് എന്തോ ആ എക്സ്പെരിമെന്റ് അവിടെ വെച്ച് നിർത്താനാണ് ശരീരം പറയുന്നത്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം, അല്ലെ? ഇത് തന്നെയാണ് നോൺ വെജിറ്റേറിയൻ ഐറ്റംസോ അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റംസ് കഴിക്കുന്ന സമയത്തും. പൊതുവെ നോൺ വെജിറ്റേറിയനിൽ ചിക്കൻ മാത്രമേ കഴിക്കാറുള്ളൂ. പുതുതായിട്ട് ഫിഷോ ബീഫോ കഴിക്കാൻ പറയുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇറിറ്റേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ലിസൺ ടു ദാറ്റ്. ഹെൽത്തി കുക്കിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ നന്നായിട്ട് പറയാൻ പറ്റുന്നത്. പല സാധനങ്ങളും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 140 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഹീറ്റ് ആവശ്യമുള്ളൂ. ഈവൻ ചെറിയ സ്ലോ ഹീറ്റിംഗ് മെത്തേഡിൽ ലെസ് ദാൻ 110 മീൻസ് ബോയിലിംഗ് ടെമ്പറേച്ചർ പോലും, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ പോലും ആവശ്യമില്ല. അതിന് താഴെ തന്നെ സ്ലോ മെത്തേഡ്സ് വെച്ചിട്ട് കൂടുതൽ സമയം ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുന്ന മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. അവിടെ ന്യൂട്രീഷൻ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിമൈസ് ദി യൂസ് ഓഫ് റിഫൈൻഡ് ഫ്ലോർ ആൻഡ് റിഫൈൻഡ് ഓയിൽസ്. അതിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിഫൈൻഡ് ഓയിലൊക്കെ വെച്ചിട്ടാണ് പല സ്ഥലത്തും ഉള്ള ഒത്തിരി വീണ്ടും വീണ്ടും റീയൂസ് എന്ന് വേണമെങ്കിൽ പറയാം, വീണ്ടും വീണ്ടും അത് ഉപയോഗിച്ചിട്ട് ഫ്രൈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അത് ശരീരത്തിന് വളരെ കൂടുതൽ ദോഷം ചെയ്യുന്നുണ്ട്. എന്ത് കഴിക്കണം, എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇത് മാത്രമല്ല എന്തിനാണ് കഴിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനിപ്പോ ജിമ്മിൽ പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ എക്സസൈസ് പാറ്റേൺ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്, എനിക്ക് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുണ്ട്.
കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അനിമൽ സോഴ്സ് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്, കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ നമുക്ക് വെറൈറ്റി ഓഫ് പ്ലാന്റ് സോഴ്സ് ഒന്ന് കിട്ടും. ഈ വെറൈറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒറ്റ സോഴ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പലതരത്തിലുള്ള സാധനങ്ങൾ, അത് സിറിയൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രെയിൻസ് ആയിക്കോട്ടെ, അതോ അല്ലെങ്കിൽ പൾസസ് ആയിക്കോട്ടെ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ പലതരത്തിലുള്ള യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ്നെസ് അവിടെ കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ഒരു സാഷ്യേഷൻ, പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാവും. പലതരത്തിലുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഫൈബർ കണ്ടന്റ് അവൈലബിൾ ആണ്. അത് സോലബിളും ഇൻസോലബിളും ഒക്കെ. ഇതൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. ഇന്നിപ്പോ കേൾക്കുന്ന പല കാര്യങ്ങളും ആ ഒരു രീതിയിലല്ലേ. ആൻഡ് കൂടുതലായിട്ട് ഫ്രഷ് ലീഫി വെജിറ്റബിൾസ് സ്റ്റാർട്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യും. ഇതാണ് ശരിക്കും നമുക്ക് ഇന്നിപ്പം ആവശ്യമുള്ള, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു എസെൻഷ്യൽ എന്ന് പറയാം. ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഈ കൂടെ ഒരു കാര്യത്തിലാണ്. ആൻഡ് നമ്മളൊക്കെ ചിലപ്പോഴേ കേട്ടിട്ടുണ്ടാവും, ഞാനൊരു ഫുഡിയാണ് എന്ന് പറയുന്ന ഒരു രീതി. ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആവരുത് ഒരിക്കലും. അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ അടുത്തിടെ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം എന്നോട്, ഞാൻ സംസാരിക്കുന്നത് ഏതാണ്ട് ഒരു 9:45 സമയത്താണ് രാത്രിയിൽ. ഞങ്ങൾ ഒരു മാരത്തോണിന് പോയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആ സമയത്ത് അവിടെ കയറി വരും, മാമൻ കയറി വരും. ഡോക്ടറായിട്ട് സംസാരിച്ചു. ഓക്കെ, വീട്ടിൽ അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വരികയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോവാം. ആ ഡോക്ടറുടെ റിപ്ലൈ ഇതായിരുന്നു, ടേസ്റ്റ് ചെയ്യുന്നത് എന്തിനാ, ഞാൻ ഒരു ഭക്ഷണം കൂടി കഴിക്കാനുള്ള സ്ഥലം എന്റെ വയറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഭക്ഷണം കഴിച്ച ഒരാൾക്ക് ആ ഒരു ഫീല് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഒരു പക്ഷെ അവർ പോകുന്നതുകൊണ്ടാണ്. ഒരു ലേബലിംഗ് ആണ്. ഞാൻ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ. ആ ഒരു പാറ്റേൺ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ബോഡിയും കുറച്ചു കാലമൊക്കെ അതിനനുസരിച്ച് പോകുന്നുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി നമ്മളെ മനസ്സ് പറയുന്നത് കേൾക്കാത്തൊരവസ്ഥ വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നത്തിലേക്ക് എത്തും. ശരിക്കും ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള ഒരു പ്രധാന കാരണം വെജ് കഴിക്കണോ നോൺ വെജ് കഴിക്കണോ എന്ന് പറയാനല്ല. ഞാൻ പൊതുവെ ബിഫോർ വെൽനസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നതിന് ശേഷം അങ്ങനെ പൊതുവെ ആരുടെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ള ഹെൽത്തിലേക്ക് നമ്മളെല്ലാം എത്തുക. ആ ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ, അവിടെ ഒരു വീഗൻ ഡയറ്റോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ, എഗറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, അതും അല്ലെങ്കിൽ ഇപ്പോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു കാർണിവോർ ഡയറ്റിലേക്കൊന്നും നമ്മൾ പോകണമെന്ന് ഇല്ല. ഇവിടെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൽ തന്നെ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് കോമ്പിനേഷനിൽ കഴിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സപ്ലിമെന്റേഷനും അതുപോലെ ഡയറ്റ് പാറ്റേണും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഒരാളല്ല മാറുന്നത്. നമ്മുടെ വീട്ടിലുള്ള മേ ബി 5 പേരോ അല്ലെങ്കിൽ 4 പേരോ, എത്ര പേരാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെയാണ് ആ ഒരു മാറ്റം വരുന്നത്. അത്തരം ഒരു മാറ്റത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ബാക്ക് ടു ഫസ്റ്റ്. താങ്ക് യു സാർ. തീർച്ചയായും സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ആ പർപ്പസ് വളരെ കൃത്യമായിട്ട് അത് ഫുൾഫിൽ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനെക്കുറിച്ച് ആധികാരികമായി സംശയങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള, അല്ല നമ്മൾ രണ്ട് തരത്തിലുള്ള ഡയറ്റുകളും കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, പക്ഷെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമ്മളുടെ സമഗ്ര ആരോഗ്യത്തിന് വേണ്ട എന്തൊക്കെ ഘടകങ്ങളാണ്, എങ്ങനെ അതിനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സാർ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. എന്തെങ്കിലും നിങ്ങളുടേതായ തരത്തിൽ നിന്നുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കാം. ഇപ്പൊ പറഞ്ഞതിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആകാം. എനി ഡൗട്ട്സ്? എല്ലാവർക്കും എല്ലാം മനസ്സിലായി, ഒരു സംശയവും. രമാവതി മാം കേൾക്കുന്നോ?
തിരക്കിലാണോ? ഇന്ന് എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു പൊതുവെ ഇന്ന്. കേൾക്കുന്നുണ്ട് സാറേ. യെസ്. ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. കാരണം നമ്മള് പ്രതീക്ഷിച്ചത് ഇത് കുറച്ചും കൂടി അതുക്കും മേലെയാണ്. സബ്ജക്റ്റ് ഒരുപാട് എന്താ പറയേണ്ടത്, എല്ലാവർക്കും വേണ്ടുന്ന കാര്യമാണ്. പക്ഷെ കുറച്ചും കൂടി അതിലിപ്പം സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പം ശരീരം മനസ്സും ആണെങ്കിലും ആ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ശരീരത്തിന് എങ്ങനെ സാറ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെ കഴിക്കണം, എപ്പോ കഴിക്കണം, എത്ര കഴിക്കണം, ഇങ്ങനെയുള്ള രീതിയുണ്ട്. ഇതിപ്പോ സാറ് മുമ്പ് പറഞ്ഞിരുന്നല്ല. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു യോഗയിലൊക്കെ. രാവിലെ 7:30 മണി, ഉച്ചക്ക് 1 മണി, രാത്രി 7:30 മണിക്ക് മുമ്പ് എല്ലാം കഴിച്ച് തീർക്കണം എന്നുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം യോഗ 2020 കൊറോണ സമയത്തതിന് ശേഷം ഞാനിപ്പം മാംസം കംപ്ലീറ്റ് നിർത്തി. മത്സ്യം കഴിക്കുന്നുണ്ട്, മത്സ്യം മുട്ടയും കഴിക്കുന്നുണ്ട്. മാംസം കംപ്ലീറ്റ് നിർത്തി. അതെനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് തോന്നി അത് വേണ്ടാന്ന്. സാറിപ്പോ അതിൽ ക്ലാസ്സിൽ പറയുമ്പോ ഓരോന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. പക്ഷെ അതിന് പകരം വെക്കാൻ വേണ്ടിട്ട് മൾട്ടി വൈറ്റമിന് ഇങ്ങനെയുള്ള പിന്നെ ഒമേഗ പിന്നെ ഗുളിക അതൊക്കെ കഴിക്കുന്നുണ്ട്. ബുദ്ധിമുട്ട് വന്നോണ്ടാന്ന് വിചാരിച്ചു. ചെറിയ ഇങ്ങനെ വീണിട്ട് മുട്ടിന് ചെറിയൊരു ഇത് പറ്റിയതല്ലാതെ ഹോസ്പിറ്റലിൽ അധികം പൈസ ചെലവാക്കലേ ഇല്ല, ചെലവാക്കേണ്ടി വരാറില്ല. പക്ഷെ അതിൽ തന്നെ നമ്മള് നമ്മള് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുമ്പോ ഒക്കെ സാറ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ പറ്റിയിട്ട് ഒന്നും അത്ര വലിയ ഇതുണ്ടാവില്ല. എന്തെങ്കിലും വേദന വന്നാലോ ആ വേദനയ്ക്ക് അതിലേ പോവും, അല്ലെങ്കിൽ ചെറിയ പ്രശ്നം വന്നാലല്ല മൈൻഡ് ചെയ്യില്ല. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോ നമ്മള് പ്രോപ്പറായിട്ട് ആ സമയത്ത് തന്നെ എല്ലാ ടെസ്റ്റുകളും ചെയ്യും. ആരോഗ്യത്തിനെ സംബന്ധിച്ചിട്ട് എല്ലാ ടെസ്റ്റ് സാറ് പറയുന്നത് ഞാൻ ഓരോന്നിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഇങ്ങനെയെല്ലാം വരും ഒരു പ്രായം കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യും. അതുപോലെ വെജ് കഴിക്കുമ്പം പിന്നെ അതില് ഫൈബർ കൂടുതൽ കിട്ടുന്നുള്ളതാണ്. അതൊരു സത്യമാണ് സാറേ. അതുപോലെ സാറ് വേറൊരു കാര്യം പറഞ്ഞ ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റില് നമുക്ക് പിന്നെ അതില് കുറച്ച് മരുന്നുകളെ പറ്റിയിട്ട് ഇങ്ങനെ ഔഷധ ചെടികളെ പറ്റിയിട്ടൊക്കെ അതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അല്ലാതെ തന്നെ ആയുർവേദം നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയാല്, അല്ലെങ്കിൽ അവിടെ ഒരാഴ്ച നിന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ നമ്മൾ ആദ്യം ഡോക്ടേഴ്സ് ചെയ്യല് വയറിളക്കലാണ്. അങ്ങനെ വയറിളക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുക. കാരണം സ്റ്റമക്കാണല്ലോ നമ്മളെ പ്രശ്നമാക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും പിന്നെ സാറ് ഒരുപാട് കാര്യം പറഞ്ഞു. ഉറക്കിന്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു സാറേ. എന്തായാലും പിന്നെ അത് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എല്ലാം പറഞ്ഞു. കാരണം ഇതിപ്പം അതുപോലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ സാറേ? കുട്ടികളുടെ ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യം, അതായത് സ്കൂളിൽ കൊടുത്തു വിടുമ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് കൊടുത്തു വിടണം. ഇപ്പം കുട്ടികൾ കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണ്. എവിടെ പോയാലും അമ്മമാര് പറയുന്ന ഫോൺ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാന്ന്. ഫോണ് തന്നാ ഞാൻ എന്തെങ്കിലും കഴിക്കുന്ന ചെറിയ വാവ വരെ പറയുന്നതാണ്. ആ ലൈഫ് സ്റ്റൈൽ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. താങ്ക് യു സാബു സാർ. എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഉടനെ ഒന്നും പോകാൻ തയ്യാറല്ല എന്ന് ഉറപ്പിക്കുകയാണ് അല്ലേ? വിത്ത് ഫുൾ പ്രിക്കോഷൻസ് അല്ലെ, എല്ലാ ഇത് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഗോകുമാർ സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇത്രയും സമയം കൊണ്ട് എടുത്തു തീർക്കാൻ പറ്റിയ ഒരു വിഷയമല്ല ഇത്. കുറെ കൂടുതൽ സമയം വേണം. പക്ഷെ ആ സമയത്തുള്ളിൽ സാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത്. ഇപ്പൊ ഈ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും വകതിരിവില്ലാത്ത ആഹാര കാര്യത്തിൽ വകതിരിവ് ഏറ്റവും കുറവുള്ള ഒരു ജീവി മനുഷ്യജീവി തന്നെയാണ്. കാരണം മൃഗങ്ങളൊക്കെ അതിന് അസുഖം വന്നാൽ അത് ആഹാരം കഴിക്കാറില്ല, അത് മരുന്ന് കഴിക്കും. മനുഷ്യനാണെങ്കിലോ ആവശ്യത്തിന് ആഹാരം കഴിച്ചാൽ, അതിന് ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട്, വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം വസിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണെങ്കിൽ കൊതിയാമാർക്കും എന്നാ. നമ്മൾ ആഹാരം ആവശ്യത്തിന് കഴിച്ചിട്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ബന്ധു വന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു വിശേഷ സാധനം കൊണ്ടിട്ട്, ശരി അതും നോക്കാം. അത് കഴിയുമ്പോൾ അടുത്ത വേറൊരാൾ വരുമ്പോൾ അതും കഴിക്കാം.
പക്ഷെ ഇതെല്ലാം ചെല്ലുന്ന ഒരു സ്ഥലത്തേക്കാന്ന് മനസ്സിൽ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്ന വൈകിട്ട് 6 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 8 മണിക്ക് ശേഷം വെള്ളമല്ലാതെ യാതൊന്നും കുടിക്കാൻ പാടില്ല. അത് അങ്ങനെയൊക്കെ ചില ചിട്ടകളുണ്ട്. അതുപോലെ മനുഷ്യന് മാംസബുക്കല്ല ആഹാരം കഴിക്കത്തക്ക രീതിയിൽ ദഹനേന്ദ്രിയങ്ങളും അത് കുടലിന്റെ നീളവും പല്ലുകളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന അതേ രീതിയിലാണ്. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇത്രയും സമയം പോരാ. ഇത്രയും സമയത്ത് ഒക്കുന്ന സമയത്ത് സാർ ക്ലാസ് എടുത്തു. നല്ല ക്ലാസ്സാണ്. നമസ്കാരം. അതായത് ഒരുപാട് നമ്മുടെ ബോഡി ഫിസിയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീൻസ് പല്ല് അല്ലെങ്കിൽ ആമാശയം അതല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ എലിമെന്ററി കനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പോയിട്ടില്ല. യെസ്, ഒരു സാമാന്യ തലത്തിൽ ചിന്തിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. സാർ, അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. നമ്മള് നോൺ വെജ് കഴിക്കുമ്പോൾ ഒത്തിരിയും മെറ്റലിന്റെ സെലീനിയം എന്നൊക്കെ പറയുന്ന മെറ്റൽസ് കിട്ടുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെ നമുക്ക് വെജിറ്റബിൾ ആഹാരം കഴിക്കുമ്പോൾ കിട്ടും? ചില വെജിറ്റബിൾസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ചോളം അങ്ങനെയൊക്കെ പറയാം അല്ലെ? അത് എന്താണ് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് എങ്ങനെ പറയാൻ പറ്റും? പൊതുവെ അങ്ങനെ ഒരു ഈക്വലന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആവാറുണ്ട്. അതുകൊണ്ടാണ് വെറൈറ്റി ഓഫ് നട്ട്സ് ഉപയോഗിക്കാൻ പറയുന്നത്. അങ്ങനെയാണ്. അപ്പൊ നട്ട്സ് ഉപയോഗിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ ഫൈറ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. നട്ട്സ് സോക്ക് ചെയ്ത് കഴിക്കണം, അങ്ങനെയുള്ള കുറച്ച് പാറ്റേൺ ഉണ്ട്. ബട്ട് അതൊന്നും അല്ലെങ്കിലും ഇൻഡിവിജ്വൽ നീഡ്സിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ മീൻ മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് പറയുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒമേഗ-3യുടെ ഡെഫിഷ്യൻസി പൊതുവെ കുറവായിരിക്കും, അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ പൊതുവെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരിൽ സെലീനിയം ആണെങ്കിൽ സപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് സിങ്ക്, സെലീനിയം ഇതുപോലെയുള്ളതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സപ്ലിമെന്റേഷൻ ക്വാളിറ്റി ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ പൊതുവെ നേരത്തെ പറഞ്ഞ ആ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കുറവാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ലോങ് ടേമിൽ നമ്മുടെ ശരീരത്തിൽ പല ന്യൂട്രീഷനും സ്റ്റോർ ചെയ്യുന്ന ഒരു പരിധിയുണ്ട്. മേ ബി അതൊരു 30 ഇയേഴ്സ് വരെയോ അല്ലെങ്കിൽ 35 ഇയേഴ്സ് വരെയൊക്കെ ആവും. അതിനുശേഷം പിന്നെ അത് സ്റ്റോറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നിർത്തും. പെർട്ടിക്കുലർലി കാൽസ്യം ഒക്കെ സ്റ്റോർ ചെയ്യില്ല. പിന്നെ അതിനുശേഷവും നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഡെയിലി നമ്മുടെ ഫുഡിൽ കിട്ടുന്നില്ലെങ്കിൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ സർജറിയോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കാൽസ്യം ലോസ് ഉണ്ടാവും. ഈ കാൽസ്യത്തിന് ഡിപ്ലീഷൻ ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ ഇന്നിപ്പോൾ വളരെ കൂടുതലാവാൻ കാരണം. നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉള്ള ന്യൂട്രിയൻസിന്റെ അളവ് വളരെ കുറഞ്ഞു പോകും, മൈക്രോ ന്യൂട്രിയൻസ്. യെസ്, വേറെ ജോഷി സാർ, സുജിത്ത്, റോബിൻ. സാറേ, അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം ഭയങ്കര ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാരണം പണ്ടെല്ലാം പെൺകുട്ടികൾ ഒരു നല്ല പുൽപ്പാവട ഇടുന്ന പ്രായത്തിലാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് കുറച്ചിങ്ങനെ എന്താ പറയണ്ടേ മാതളപ്പൂന്തൽ കാരുണ്യമൊട്ടുകൾ മാറത്ത് പൂക്കുന്ന പ്രായം അതാണ്. പക്ഷെ ഇപ്പം ആ പുൽപ്പാവട പോയിട്ട് ആ ചെറിയ കുഞ്ഞിപ്പാവട ഇടുന്ന 10 വയസ്സുള്ള കുട്ടികളാണ് പെട്ടെന്ന് മനസ്സിലാകുന്നത്. സാറ് പറഞ്ഞ പോലെ മെച്ചോർഡ് ആവുന്നത്. അത് ഈ പ്രശ്നമാണ് സാറേ. സാറ് സൂചിപ്പിച്ചിരുന്നു. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ സ്ഥലത്തും മഴ കിട്ടിയെന്ന് വേണം വിചാരിക്കാൻ. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പൊതുവെ ഇന്ന് അവിടെ എത്തിയില്ല. അതുകൊണ്ടാണ് സാറ് കയറിയത്. ജോഷി സാറിന് കിട്ടിയില്ല. നമുക്ക് ഇന്ന് കിട്ടിയില്ല, ഇന്നലെ കിട്ടി. ഇന്ന് തിരുവനന്തപുരത്ത് പലയിടത്തും പെയ്ത ലക്ഷണമുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഇന്നലെ കിട്ടി. അല്ല, കോട്ടയംകാർക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പരാതിയില്ല. നമുക്ക് ഇന്നലെ കിട്ടിയില്ല. ഇന്നലെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു. മഴയും ഇടിയായിരുന്നു, നല്ല മഴയായിരുന്നു. ഇന്നും നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശക്തമായ മഴ വന്നേ. ഇന്ന് മഴ പെയ്തേ ഇല്ല ഇവിടെ. തോന്നിപ്പിക്കും, പക്ഷെ പെയ്തില്ല. അങ്ങനെ വേണം. എല്ലാം ഫ്രീ ആയിട്ട് തന്ന പിന്നെ എന്താ ഒരു സുഖം. മഴ പെയ്യട്ടെ.
ഓക്കെ, മഴ പെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമ്മൾ സാറ് ഒറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ സാറിനോട്. കാരണം നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് മില്ലറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഒരു 9 കിലോളം മില്ലറ്റ് ഇപ്പൊ പാർസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിപ്പോ രാവിലെയും രാത്രിയും കഴിക്കുന്നതാ നല്ലത്? എങ്ങനെ സാറേ? ഞാൻ ഉച്ചക്കും ചിലപ്പോ പൊങ്കൽ എന്നെല്ലാം പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. റെഡി ടു കുക്ക് എന്നുള്ളത് ഇപ്പൊ വന്നതിൽ കുറെ റെഡി ടു കുക്ക് എന്നുള്ള ഐറ്റം ഉണ്ട്. അപ്പൊ സാർ അതിനെ പറ്റിട്ട് ജസ്റ്റ് ഒന്ന് പറയാമോ? അധികം സമയം എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. റെഡി ടു കുക്ക് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും ഒരുപാട് നല്ലതല്ല. അതെ. ഒന്ന്. രണ്ടാമത്തത് സോക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കാം. ഈവൻ എന്താ പൗഡേർഡ് ഫോമിലാണ് വന്നതെങ്കിൽ പോലും അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ കഴിക്കാം. ഓക്കെ. ചിലപ്പോഴൊക്കെ സോക്ക് ചെയ്തിട്ട് പൗഡർ ചെയ്യുന്ന ഇതുണ്ട്. അതെങ്ങനെയാണ് അവർ ചെയ്തതെന്ന് നമുക്കറിയില്ല. 3 നേരവും മില്ലറ്റ് മാത്രം കഴിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ആ ഫുഡിനോട് വെറുപ്പ് തോന്നരുത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിനോട് ക്രേവിങ്സ് തോന്നരുത്. നമ്മുടെ മനസ്സ്, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിൽ ഒരു പ്രധാന ഫാക്ടർ നമ്മുടെ മനസ്സാണ്. അപ്പൊ എന്ത് നമ്മുടെ ശരീരത്തിന് ചേരുന്നു എന്നുള്ളത് മനസ്സിനെ പിടിച്ചതേ ചേരുള്ളൂ. അപ്പൊ ഒരു നേരം ഗ്രെയിൻസ്, നോർമൽ ഗ്രെയിൻസ്, അതിപ്പം ഗോതമ്പോ അല്ലെങ്കിൽ അരിയോ ഒക്കെ മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും മില്ലറ്റ് യൂസ് ചെയ്യാം. അത് പ്രത്യേകിച്ച് നൈറ്റ് ടൈം ആണെങ്കിൽ വളരെ നല്ലത്. അതും നൈറ്റ് ടൈം നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ. ഓക്കെ. ഉച്ചയ്ക്കും രാവിലെ വേണമെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം, അല്ലെങ്കിൽ രാവിലെയും രാത്രിയിലും മാത്രം മില്ലറ്റ്സ് യൂസ് ചെയ്യാം. ഉച്ചയ്ക്ക് പൊതുവെ നമ്മളൊക്കെ പുറത്ത് പോകുന്നതായതുകൊണ്ട് അങ്ങനെ അത്രയും ഫീസിബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല ജനറൽ ആയിട്ട്. ഓക്കെ. എന്റെ അഭിപ്രായം ഉച്ചയ്ക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സോ വെജിറ്റബിളോ ധാരാളം കഴിക്കുക. രാവിലെയും വൈകിട്ടും മില്ലറ്റ് കഴിക്കുക. അതാണ് എന്റെ അഭിപ്രായം. ചോറ് കുറച്ച് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വെജിറ്റബിളോ ഫ്രൂട്ട്സോ കൂടുതൽ കഴിക്കും. ഈ പുതിയൊരു അറിവ് കിട്ടിയായിരുന്നു. പുതിയ അറിവല്ല, നമ്മള് എന്താ പറയുന്നേ, ഉപ്പുമാവില്ലേ എന്നതിന് പറയുന്നത്, ഉപ്പുമാവ് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അത് ഉച്ചയ്ക്ക് ഭക്ഷണമാക്കുന്നതിൽ കുഴപ്പമില്ല എന്നിങ്ങനെ ചോറിന് പകരം ഉപ്പുമാവ് കഴിക്കാം. റവ അല്ലേ? റവയല്ലേ? റവ കഴിക്കാനാണ്. റവയും കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ കഴിച്ചു. ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, കാർബോഹൈഡ്രേറ്റ് ശക്തി കുറവാണോ? അങ്ങനെയാണോ? അല്ല, റവ പൊതുവെ ഗോതമ്പിന്റെ റവയോ അല്ലെങ്കിൽ ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഗ്ലൂട്ടൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒന്ന്. രണ്ടാമത്തത്, ഇതിനകത്ത് വേംസോ അല്ലെങ്കിൽ മറ്റ് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സിന്റെ യൂസേജ് കുറച്ച് കൂടുതലാണ്. പാക്കഡ് ഫുഡ് എന്നുള്ള രീതി. പാക്കറ്റ് ഫുഡ് കഴിച്ചാൽ ഉടനെ പാക്കിലാകുമെന്നാണ്. അപ്പൊ ഈ നമ്മള് പൊടിപ്പിക്കാൻ പറ്റുന്ന രീതി, ഇപ്പൊ റവയൊക്കെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും? ഇല്ല. ബൈ പ്രോഡക്റ്റ് അല്ലേ? അങ്ങനെ കിട്ടില്ല, സൈസ് ശരിയാവില്ല പലപ്പോഴും. പിന്നെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അതിന്റെ ചുമന്ന കളറിലുള്ള ഇതിനെന്നാ പറയുന്നത്? മുത്താറിയം. ഗോതമ്പ് നോർക്ക സാറേ? ചോളം. അത് നമുക്ക് പൊടിപ്പിച്ച് കറക്റ്റായിട്ട് എടുത്താൽ കുഴപ്പമില്ല. ഓക്കെ. സോ താങ്ക് യു സർ, വൺസ് അഗൈൻ താങ്ക് യു. നാളെ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്തെങ്കിലും ഇൻഫർമേഷൻസ് റൈറ്റ് ആയിട്ട് കിട്ടാനുണ്ടെങ്കിൽ നാളത്തെ നമുക്കത് കിട്ടാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സനൽ സർ. താങ്ക് യു വെരി മച്ച്.